പടച്ചോനെ പെണ്ണ് എത്ര ദിവസമായി ഒന്ന് വിളിച്ചിട്ട് 3-4 ദിവസമായി പെണ്ണ് വിളിച്ചിട്ട് റബ്ബേ. എന്താ ഈ കുട്ടി ഇങ്ങനെ ആയാല്? എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിക്കണാണ്? ഒരു ഇതും ഇല്ലല്ലോ, ഒരു വിവരവും ഇല്ല അതിന് പറ്റിയിട്ട്. ആണെങ്കിൽ ഒരു സമാധാനം ഇല്ലല്ലോ പടച്ചോനെ. എന്താ ഇപ്പൊ കാട്ടുക? കുട്ടിക്ക് അവിടെ സുഖമല്ലേണാവോ, ഒന്നും അറിയണില്ല. രണ്ടും കൽപ്പിച്ചിങ്ങാണ്ടൊന്ന് പോയി നോക്കിയാലോ? അതിന് തള്ളെന്തേലും പറയണോ അവൻ്റെ കുട്ടീനെ? അതും പേടിയാണ്. ആയാലും വേണ്ടിയിട്ടില്ല, രണ്ടും കൽപ്പിച്ചിങ്ങാണ്ടാണ് പോയോക്കട്ടെ അതിനെ കാണാൻ. എൻ്റെ മകളെ ഞാൻ വെറുതെ ഒന്നും കൊടുത്തോന്നല്ലല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ഓൾക്ക് ചെയ്തു കൊടുത്തായല്ലോ. ആയാലും വേണ്ടില്ല, രണ്ടും കൽപ്പിച്ചിങ്ങാണ്ട് പോകണം. എൻ്റെ കുട്ടീനെ ഒന്ന് കാണണ്ട എനിക്ക്. ഓലെ അടിമയായിട്ട് നിർത്താനൊന്നും പറ്റൂല. ഈ അപായം ഇട്ടുങ്ങാണ്ട് പോയോക്കട്ടെ ഇപ്പൊ എന്തായാലും. ആരാണ്? അസ്സലാമലൈക്കും. ഏടി അന്റെ ഉമ്മ തന്നിക്കണ്. ഞാനും വിചാരിച്ചു ബെല്ലടിക്കണ കേട്ടപ്പോ വേറെ ആരെങ്കിലും ഇക്കാരെന്ന്. ഇമ്മ, നിങ്ങൾ എന്തെമ്മ ഒന്നും പറയൊന്നും ചെയ്യാതെ? ഒന്നുമില്ലടി, ഞാൻ എന്നൊന്ന് കാണാൻ വേണ്ടിട്ടേ പോന്നതാണ്. ഇജാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കണൊന്നുമില്ലല്ലോ, അപ്പൊ ഒന്നിങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഉമ്മ ഇരിക്കും, ഞാൻ ചായ എന്തേലും എടുക്കാം. വേണ്ടടി, ചായ ഒന്നും വേണ്ട, ഒന്നും വേണ്ട ഇപ്പൊ. ആ ഒന്നും പറഞ്ഞാ പറ്റൂല. നിങ്ങൾ അവിടെ ഇരിക്കും, ഇവിടെ വന്നിട്ട് തുള്ളി ചായ ഒന്നും കുടിക്കാതെ പോവാ. ഞാൻ അടുത്തരാ, അവിടെ ഇരിക്കി. ഓ, എന്തൊരു സ്നേഹം അമ്മയും മകളും കൂടി. ഏടി ചായ എടുക്കാന്ന് പറഞ്ഞിട്ടേ ഇജ് ഇങ്ങോട്ട് അടുക്കളേക്ക് ഇങ്ങോട്ട് മണ്ടിക്കണല്ലോ. അന്റെ പെരേന്ന് കൊടുന്നീന്ന പഞ്ചാരും ചായപ്പൊടിയൊക്കെ കൊടുന്നീന്നാ ഇന്റെ മകൻ നയിച്ചിട്ട് കൊടുന്നതാണ്. തുള്ളി വെള്ളം അന്റെ അമ്മാക്ക് ഇവിടുന്ന് കൊടുക്കാൻ ഞാൻ അയക്കൂല. ഈ വാണെന്നുണ്ടേ കുടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നാ പോരാ. ഇനിയില്ലേ കുടിച്ചാതെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ എന്റെ ഉമ്മാനോട് ആരാടി പറഞ്ഞത്? എന്താ അമ്മങ്ങൾ ഇങ്ങനെ? ഞാനിങ്ങനെ തന്നെയടി. ചിന്നമ്മാന്നൊന്നും വിളിക്കണ്ട, അതിനുള്ള യോഗ്യത ഒന്നും ആക്കില്ല. ഇജെങ്ങാനും ഇവിടെ ചായ വെള്ളം എന്റെ അമ്മാക്ക് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തനി സ്വഭാവം ഇജണ്ട അറിയിട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അന്റെ അമ്മാക്കും അണക്കും മുങ്ങാൻ വേണ്ടിട്ടല്ല ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്നിക്കണത്. ഇന്റെ കുടുംബങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓൾക്ക് കൊടുക്കാനാ. അതേപോലെ ഇന്റെ മകള് വരും, ഓൾക്കും കൊടുക്കാൻ വേണ്ടിട്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിക്കണത്. അല്ലാതെ കണ്ണി കണ്ട ആൾക്കാർക്കേ മുണുങ്ങാൻ കൊടുക്കാനല്ല. മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ട് നിന്നോണ്ട് തുള്ളി വെള്ളം ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടേ നോക്കിക്കോളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ നടക്കുള്ളൂ ഇവിടെ. ഇങ്ങനെ വന്നിക്കണ് ചായയും ചോറും കൊടുക്കാന്.
ഇതൊന്ന് എടുക്കടിക്കൊന്ന് കാണണം. ഒന്നും കുഴപ്പമില്ല. ഏറ്റാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണുന്നത്. ഉമ്മ ചായ എടുക്കാൻ നോക്കിയപ്പോഴേ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി കടയിൽ പോയി കൊടുന്നിട്ട് വേണം. അത് വൈകുന്നേരം ഇമ്മ പോയിട്ടാ കൊണ്ടുവരിക. ഇപ്പൊ ചായ ഉണ്ടാക്കാനൊന്നുമില്ല. ഉമ്മ കേട്ടിക്കണ് ഇത് ഞാൻ അതിന് സങ്കടപ്പെടൊന്നും വേണ്ട. ഞാൻ കേട്ടിട്ടില്ല ചേച്ചി എന്നോട് നോണ അറിയൊന്നും വേണ്ട. സാരല്ല അമ്മ പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്നുള്ളത്. ഞാൻ പെരേന്ന് കുടിച്ചിട്ടാ വന്നിക്കണത്. ഇത് ഞാൻ അതിന് സങ്കടപ്പെടൊന്നും വേണ്ട. എന്റെ അമ്മ വന്നിട്ടൊക്കെ തുള്ളി വള്ളപ്പൊടി തരാൻ പറ്റും. ഇജ്ജ് നൂലോളിച്ചല്ലേ, നൂലോളിച്ചാനപ്പൊ ഞാൻ വന്നിക്കണത് ഉമ്മാന്റെ കുട്ടികളൊന്ന് കാണാനുള്ള പൂതി കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഈ സാണെന്നുണ്ടെങ്കിൽ ഫോൺ അടിച്ചാൽ പോലും ഒന്നും എടുക്കണില്ല. എന്താണ് എനിക്ക് പറ്റിയത്? ഞങ്ങൾക്കറിയമ്മ ഇക്ക് നല്ല കള്ളുടിക്കും. വന്നിട്ട് നല്ല ചീത്തറി സ്വർണം കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മയും തന്നെ നല്ല ചീത്തറിയുണ്ട്. ഒരു കൊടുക്കാനും കൂടി ഉമ്മക്ക് അനുവാദമില്ല. നമുക്കൊന്ന് വിളിക്കാനും ഒന്നും എന്നെ സമ്മതിക്കൂല. തിന്നാനടക്കം ഉമ്മ നല്ല പോലെ തരുന്നില്ല. റബ്ബേ, എന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഇതിന്റെ ഉള്ളില്. നമ്മളെ ബ്രോക്കർ പറ്റിച്ചേല് കുട്ടിയെ ഈ കല്യാണം നടക്കാനും ഇമ്മയും കാരണല്ലേ. ഇമ്മാന്റെ ഓരോ നിർബന്ധം കാരണം ഇപ്പൊ ഈ കല്യാണം നടന്ന്. എന്താ നമ്മള് കാട്ട്? ഉമ്മ സങ്കടപ്പെടണ്ടമ്മ, ശരിയാവും. കുറെ സഹിക്കുന്നുണ്ട് ഞാൻ. വാതിലൊക്കെ അടച്ചിട്ട് ഒത്തിരിക്കണല്ലേ. ശരി, കാണിച്ചേരാ ഇങ്ങോട്ട് വാജി. പഠിച്ചോന് എന്റെ കുട്ടീനെ തല്ലെന്തേലും ചെയ്യണ്ടോ? ഇതുവരെ തല്ലിട്ടൊന്നും ഇല്ലമ്മ, പക്ഷെ എല്ലാം ചീത്ത അറിയുന്നുണ്ട്. നമ്മാന്റെ കുട്ടി ആണ്ട് പോരെ, നിക്കണ്ട. ഉമ്മാന്റെ കുട്ടിക്ക് വെജാന്നുണ്ടെങ്കിൽ ഉമ്മ നോക്കിക്കോളാം. ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊന്നും ഇജ്ജ് ഇവിടെ നിക്കണ്ട ആവശ്യമില്ല. അല്ലേ ഉമ്മ, വന്നിട്ട് എന്തിനാ? ഉമ്മക്ക് ഇന്നെ നല്ലപോലെ നോക്കാൻ വയ്ക്കും. രണ്ടാമത്തെ കല്യാണല്ലേ ഉമ്മ. ആൾക്കാരെന്താ പറയാ, ആ പെണ്ണിന്റെ കജ്ജിലിരിപ്പോണ്ടാണ് ഫസ്റ്റത്തെ മാപ്പിള മരിച്ചത്. രണ്ടാമത്തെ മാപ്പിളിനെ ഒഴിവാക്കി പോന്നിക്കണത് ഓള് കാരണം തന്നെയാണ് എന്നല്ല പറയുള്ളൂ. ഞാൻ വരുന്നില്ല അമ്മ. എന്നാ ഞാൻ എന്റെ അമ്മായിമാനോട് ചോദിച്ചിട്ട് 4 ദിവസത്തിന് അന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാ. കുറച്ച് ദിവസം ഉമ്മാന്റെ കുട്ടിക്ക് സ്വസ്ഥതയിൽ നിക്കാലോ. ഞാൻ ചോദിച്ചോക്കോ. വേണ്ടമ്മ, എന്റെ അമ്മായിമാനോട് അതിനെ പറ്റി ഒന്നും പറയണ്ട. ഇങ്ങക്ക് തന്നെ കേക്ക. ഞാനത് കാണണ്ടമ്മ. നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ ആണ്ട് വിളിക്കൂലെ ഇവിടെ ആളില്ലാത്ത സമയത്ത്? ഇങ്ങോട്ട് വരണ്ടി ഉണ്ടായിരുന്നില്ലമ്മ. ഇപ്പൊ കണ്ടില്ല എന്റെ അമ്മായിമ്മ വന്നപ്പോ മുണ്ട് പോലും ചെയ്തില്ലല്ലോ നിങ്ങളോട്. ഇവിടുത്തെ ചായയുടെ വെള്ളം പോലും തരാൻ പറ്റിയില്ല. എങ്ങനെയാണ് ആ ഉമ്മാന്റെ മകളും വർത്താനം? ജസീല, ഏടി
ഈ മുറി അടച്ചിങ്ങനെ ഇരിക്കുക, ഒരു പണിയോളില്ല ഈ പേരന്റെ ഉള്ളില്. തള്ള വന്നിക്കണ് വിചാരിച്ചിട്ട് മുറിക്കാണ് കേറല്ല ചെജ്ജ, ഇവിടെ ഇരുന്ന് വർത്താനം പറയാ. അങ്ങനെ എന്റെ മകനും കുറ്റം പറയക്കാര് അതിന്റെ ഉള്ളിൽ ഇരുന്ന് കാണ്ടേ. ഇജ്ജ് നടക്ക്, നിന്റെ ആന്റെ അമ്മായിമ്മക്ക് ഞാൻ മതിയാവും, വാതിലടച്ചിരുന്ന് വർത്താനം പറയാണ് കയറി. നടക്ക് ചെല്ല്. പോരി പുറത്തേക്ക്. ഞാൻ ഇന്നാലും അവിടെ പോവാട്ടോ, ഞാൻ പിന്നെ വരണ്ട്. നിങ്ങൾ പോവേ പോവാതിരിക്കേ അതൊക്കെ നിങ്ങളെ ഇഷ്ടാണ്. അത് വിചാരിച്ചിട്ടേ ഇന്റെ പേരന്റെ ഉള്ളിൽ വന്നുങ്ങാണ്ട് ഈ മുറി അടച്ചിരുന്നിട്ട് ഈ വർത്താനം പറയണതുണ്ടല്ലോ, അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളെ പേരന്റെ ഉള്ളിൽ എന്തോ കാട്ടിക്കോളി, പക്ഷെ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് അമ്മ അതിരി തെണ്ടിത്തരം കാട്ടാൻ ഞാൻ സമ്മതിക്കൂല. പിന്നെ എന്റെ മകന്റെയും കുറ്റം പറയാനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേച്ചാൽ ഇനി മുതൽ ഇങ്ങോട്ട് വരും വേണ്ട. ഞാൻ ആരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങൾ ആരും കുറ്റം പറയണൊന്നും ഉണ്ടാവൂലേക്കാരം. പിന്നെ ഞാൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ച് നിൽക്കുന്നേന്ന്. എവിടെ ഞങ്ങള് പറഞ്ഞ 15 പവന്റെ സ്വർണം? നിങ്ങളെ മകളോട് ഞാൻ കുറെ ദിവസമായി നിങ്ങൾക്ക് വിളിച്ച് പറയാൻ പറിച്ചു തുടങ്ങിയിട്ട്, നിങ്ങൾ അറിഞ്ഞിക്കണോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, 15 പവന്റെ സ്വർണം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആകെ കിട്ടിക്കണ 5 പവന്റെ സ്വർണ്ണാണ്. ഇനി എന്റെ മകൻ നാളെ മറ്റന്നാളായിട്ട് ഇവിടുന്ന് ഗൾഫ് പോവാ, ഓനക്ക് ഒരു ഉറുപ്പ്യ ഓന്റെ അടുത്തില്ല. ഇതിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വേണം ഓനക്ക് അത് ചെയ്യാൻ. അപ്പൊ വേഗം അതിന്റെ ബാക്കി സാധനം എന്താച്ചാ, ബാക്കി എന്തെങ്കിലും ഇങ്ങോട്ട് തരാനുള്ള വെച്ചാൽ അത് ഇങ്ങോട്ട് കൊടുത്തു തരിക. എന്നിട്ട് മതി ബാക്കിയുള്ള വർത്താനൊക്കെ. ബ്രോക്കർ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങള് 15 പാവം ആണെന്ന് പറഞ്ഞിരുന്നു. ഒരു 15 പാവം ചോദിക്കണുണ്ട് എന്നൊക്കെ. പിന്നെ ഞങ്ങളോട് പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുട്ടീനെ ഇഷ്ടപ്പെട്ടാ മതി, കുട്ടി മതി എന്ന് പറഞ്ഞിക്കണെന്ന്. അങ്ങനെ ഇനി കല്യാണം നടന്നിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്തുള്ള 5 പാവം ഞാൻ തന്നത്. എന്റെ കുട്ടീനെ നിങ്ങൾക്ക് കൊണ്ടുമ്പോ ഒന്നും ഇല്ലായിരിക്കണ്ടല്ലോ വെച്ചിട്ട് 15 പാവന്റെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിനെ കൊണ്ടിട്ട് നടക്കൂല്ല. നിങ്ങൾക്ക് അറിയാലോ, ഓളപ്പം മരിച്ചിട്ട് ഞാനാണോ നോക്കണത്. ഞാൻ എവിടെയെങ്കിലൊക്കെ പാത്രം മോറിയിട്ടൊക്കെ കിട്ടുന്ന പൈസ ആയിട്ട് ഞാൻ ആ സ്വർണ്ണൊക്കെ വാങ്ങി കൊടുത്തുകിടും. ഇനി എന്നെ കൊണ്ടൊന്നും വാങ്ങാൻ കഴിയൂല. പിന്നെ അമ്മ അതിന് കണഗുണ വർത്താനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങള് ബ്രോക്കറോട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളും ബ്രോക്കറും കൂടി എന്തെങ്കിലും ഒത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുള്ളൂ. ഞാനൊന്നും പറയാൻ ചെന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് എന്തായാലും 15 പവന്റെ സ്വർണം കിട്ടണം എന്ന്. അപ്പൊ ഓല് പറഞ്ഞു, അതെന്തായാലും തരും, പെരും പറമ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. പെരും പറമ്പും കണ്ടെന്ന് ഞാൻ ബ്രോക്കറോട് പറഞ്ഞതാണ് ഈ കല്യാണം നടക്കൂല എന്നുള്ളത്. എന്നിട്ട് ഓളിന്റെ തലയിൽ വെച്ചെട്ടിയത്. ഇപ്പൊ എന്റെ മകനാണ് ഇന്നെ ചീത്തറിഞ്ഞങ്ങാണ്ട് നടക്കുന്നത്, നിങ്ങൾ ഒറ്റ കാരനാണ് ഈ കല്യാണം നടന്നിക്കണെന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. പിന്നെ നേരം വെളുത്തപ്പോ എന്റെ മകന്റെ കോല എന്താന്നുള്ളത് നിങ്ങളെ മകളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിടാ. 4 കാലില കേറി വരുന്നേ, വന്നു കഴിഞ്ഞാലോ അങ്ങോട്ട് കെടുക്കും, ചോറും തിന്നൂല, ഒന്നും തിന്നാതെ അങ്ങനെ കിടന്നുറങ്ങുക ചെജിനെ. ആ കോലത്തിൽ എത്തിച്ചത് നിങ്ങളെ മകളാണ്. ഇങ്ങനെ മുണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിലേ ഒന്നും നടക്കൂല. നിങ്ങൾ ഇങ്ങോട്ട് വരണം തന്നെ ഇല്ല. ഉള്ള കാര്യം പറയാലോ, ഞങ്ങൾ സ്വസ്ഥത കളയാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ 4 ദിവസത്തിന് ഓളായിട്ട് പോട്ടെ. ഓൾക്ക് ഒന്നാമത് എല്ലാ സങ്കടം കൂടി ഓൾക്ക് താങ്ങാൻ വെച്ച 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുന്നാക്കി തരാം. 4 ദിവസത്തിനോ 10 ദിവസത്തിനോ ഇനി സ്ഥിരമായിട്ട് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ മകളെ കൊണ്ടുപോയിക്കോളി. ഇവിടെ പോള ആവശ്യമൊന്നുമില്ല. ഇനി പോൾ ഇവിടെ നിന്നാൽ തന്നെ ഇതിന്റെ ഉള്ളത്തെ ഒരു വേലക്കാരത്തി ആയിട്ട് ഞാൻ ഓളെ കാണുള്ളൂ. പിന്നെ ഫസ്റ്റത്തെ മാപ്പിള ചത്തത് ഇവളെ കജ്ജിലിരിപ്പോണ്ടാന്നുള്ളത് ഇനി എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇതല്ലേ തള്ളന്റെ മകളും സ്വഭാവം. നിങ്ങൾ കൊറേ ദിവസമായിട്ടമ്മ ഇല്ലാത്ത കാര്യങ്ങൾ പറയണ്, വെറുതെ പറയണ്ടങ്ങള്. ഞാൻ പറഞ്ഞ ചെന്താടി കാട്ടുക, ജിന്നെ എന്താ കാട്ടുക? അങ്ങനെ തന്നെയാണ് എന്റെ മാപ്പിള മരിച്ചിട്ടുണ്ടാവുക.
ഓലും മരിക്കാൻ കാത്തു കേക്കാര എന്നെ ഇവിടുന്ന് ആട്ടാൻ വേണ്ടിയിട്ട്. എന്റെ സ്വഭാവം അത്രക്ക് നന്ദി. ഇന്റെ മകനും കൂടി കൊലക്ക് കൊടുക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കൂല. ഓ മകൾക്ക് പറ്റിയിട്ടില്ലേ ഞാൻ പറഞ്ഞത്. പറ്റണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്കും ഉണ്ട് ഒരു മകള്. ഇന്റെ മകള് നല്ല രീതിയിലാണ് ഞാൻ കെട്ടിച്ച് പറഞ്ഞാൽ അസലായിട്ട് നല്ല വലിയ പെരക്ക് തന്നെ ഞാൻ കെട്ടിച്ച് പറഞ്ഞിരിക്കുന്നു. നല്ല പണ്ടും മുതലും കൊടുക്കും ചെയ്തിക്കണ്. ഇത് ഒരു ഉറുപ്പില്ല, ഒന്നുമില്ല. ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞു ഈ കല്യാണം വേണ്ട, ഈ പെരയും കൂടിയും കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാണ്. നല്ല കുട്ടിയാണ്, നല്ല രസമുള്ള കുട്ടികൾ പറഞ്ഞത് എന്തും തരും, ആകെ ഒരു കുട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചാണ് ഈ കല്യാണത്തിന്. ഇപ്പൊ എന്താ ഉണ്ടായത് എന്നിട്ട്? കൂടുതൽ പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ പോണ്ടേ ഞാൻ പൊയ്ക്കോളിന്റെ മകൻ വരുന്നതിന്റെ മുന്നേ. ഞാനും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് തൊള്ളയൊക്കെ എടുക്കണ കേക്കണ്ട. എന്തിനാ എന്റെ കുട്ടീനാവും പറഞ്ഞിട്ട് വേദനിപ്പിക്കണത്? നിങ്ങൾക്ക് അറിയണല്ലേ ഓ ആക്സിഡന്റ് ആയിട്ട് മരിച്ചതാണ് എന്നുള്ളത്. ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയല്ലേ ഞങ്ങള് കല്യാണത്തിന് നിന്ന്. എന്നിട്ട് എന്റെ കുട്ടി സഹിച്ച് ഇവിടെ നിക്കണില്ല. നിങ്ങൾ എന്തിനാ ഓളെങ്ങനെ വേദനിപ്പിക്കണേ? ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നം വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. എന്റെ കുട്ടിക്ക് എന്നാലും സ്വസ്ഥത കൊടുക്കണം നിങ്ങള്. പിന്നെ ഒരു കാര്യം കൂടി, ഇങ്ങനെ മകൾക്ക് 24 മണിക്കൂറും വിളിക്കണ്ട. ഇവിടെ ഫോൺ വിളിക്കാനൊന്നും ഞാൻ സമ്മതിക്കൂല. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഇതിൻ്റെ ഉള്ളിൽ ഫോൺ വിളിക്കലോ ഫോണുമ്മ കുത്തിയിരിക്കലോ അതിനൊന്നും ഞാൻ അയക്കൂല. ഇതിൻ്റെ ഉള്ളിൽ കോള് വന്നിക്കണെന്നുണ്ടെങ്കിൽ ഇവിടെ പണിയോൾ എടുക്കാനാണ്. അപ്പൊ പണിയോൾ ഉണ്ടാ ചേർത്തിട്ട് രാത്രി ആകുമ്പോ കയറി കിടന്നുറങ്ങിക്കോട്ടെ. ആ പണി എടുക്കണതിന് കൂലിയായിട്ട് തിന്നാനും കൊടുക്കാം. അത്ര തന്നെ ഉള്ളൂ. ഞാൻ പോവാണ്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഓ പോയിക്കോളി. ഇജ്ജ് അപ്പോതിന് മണിയറന്റെ ഉള്ളിൽ കേറി ഇരുന്നില്ലേ? ഒരു കള്ള നൊലോളി ഉണ്ട് ഓൾക്ക് മുന്നില്. അതാവുമ്പോ പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചേനേടി. എന്റെ അമ്മ ഇതിൻ്റെ ഉള്ളിൽ കേറി വന്നില്ലേ? എന്റെ അമ്മ വന്നതുകൊണ്ടാ ഞാൻ അത് പറഞ്ഞത്. ഇജ്ജ് അവിടെ ഇരുന്ന് ഇജ്ജ് മോങ്ങ്. എന്റെ മകൻ ഇങ്ങോട്ട് വരട്ടടി. എന്റെ അമ്മാനെ ഇജ്ജ് വിളിച്ചെടുത്തിട്ട് ഇന്റെ മകന്റെയും കുറ്റം പറഞ്ഞു കൊടുക്ക അല്ലെ? മുറിയിൽ വാതിലടച്ചിരുന്നുങ്ങാണ്ട്. ആ കാണിച്ചറിയാനിപ്പോ എന്തായാലും ട്ടാ. ഇജ്ജ് അവിടെ ഇരുന്ന് മോങ്ങ്. മുണുങ്ങാൻ നേരത്തെ ഇജ്ജ് നീച്ച് വരുമല്ലോ, ഇജ്ജ് ഇങ്ങോട്ട് വായ മുണുങ്ങാനി. അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെയും ക്രൂരതക്കൊടുവിൽ ജസീലക്ക് ഇനി ഒരു ജീവിതം നല്ല രീതിയിൽ ഉണ്ടാകും. നമുക്ക് കണ്ടു തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡുമായി വരുന്നത് വരെയും